നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ന്യൂസിലൻഡ് ഫിഫ ലോകകപ്പ് മത്സരം സമനിലയിൽ അവസാനിച്ചു. ഒരു പക്ഷേ വാശിയേറിയ പോരാട്ടം, ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം കൂടിയായിട്ട് ഒരു രാഷ്ട്രീയ മേഖലയിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ 2-2 എന്ന സമനിലയിലേക്ക് ഇറാൻ ന്യൂസിലൻഡ് സംഭവിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഏഷ്യൻ ടീമുകൾ അൺബീറ്റഡായി മാറുന്നു. ഈ ലോകകപ്പിൽ ഇതുവരെ 68 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകകപ്പിൽ നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന എല്ലാ മത്സരങ്ങളും ഡ്രോ ആയി മാറുന്നത്. അത് അങ്ങനെ ഒരു ചരിത്രം ഏകദേശം 68 വർഷങ്ങൾക്ക് ശേഷമാണ് ഫിഫ ലോകകപ്പിൽ സംഭവിക്കുന്നത്. ഒരു കാഴ്ചയും കൂടി ഉണ്ടാവുന്നു. തലക്കെട്ടുകളും വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ഒപ്പുവെക്കാനിരിക്കെ അമേരിക്ക ഇറാൻ സമാധാന കരാർ വീണ്ടും അനിശ്ചിതത്വത്തിൽ. ഇടഞ്ഞ ഇസ്രായേൽ. വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വാദം. ലെബനനിൽ നിന്ന് സേനാ പിന്മാറ്റമില്ലെന്നും നെതന്യാഹു. അന്തിമ കരാർ ഇപ്പോഴും ആയിട്ടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ. സമാധാന കരാർ വിവരങ്ങൾ 48 മണിക്കൂറിനകം പുറത്തുവിടുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. സമ്പുഷ്ടീകരിച്ച ഇറാൻ ശേഖരം നശിപ്പിക്കാമെന്ന് ഇറാൻ സമ്മതിച്ചെന്ന അവകാശവാദം. നാവിക ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ ഹോർമുസ് കടന്ന 5 ഇറാനിയൻ ടാങ്കറുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നാളെ ഫ്രാൻസിലെ ഇവിയാനിൽ. ഇരുവരും തമ്മിൽ കാണുന്നത് 1.5 വർഷങ്ങൾക്ക് ശേഷം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച. വ്യാപാര കരാർ മുതൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ വരെ ചർച്ചയാകും. കൂടിക്കാഴ്ച നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 6:15. '27 സെൻസസ് നടപടികൾക്ക് തുടങ്ങുന്നു. സെൽഫ് എന്യൂമറേഷൻ ഇന്നു മുതൽ. കുടുംബ വിവരങ്ങൾ സ്വയം സെൻസസ് പോർട്ടലിൽ രേഖപ്പെടുത്തണം. വീട്ടിലെത്തിയുള്ള കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെ. മാസപ്പടി കേസിൽ ഇന്നും ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരും. CMR ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇന്ന് ഹാജരായേക്കും. പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാകേണ്ടത് നാളെ. സംസ്ഥാനം പകർച്ചവ്യാധി ഭീതിയിൽ. ഷിഗല്ല ബാധിതർ കൂടുന്നു. 5 ഷിഗല്ല മരണങ്ങൾ സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിൽ ആരോഗ്യവകുപ്പ്. നിപ ബാധിതന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് അതിഥി തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചു. പാലാ നഗരസഭയിലെ ഭരണപ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരമായില്ല. സമവായമായെന്ന് DCC പ്രസിഡന്റ്. ഉപാധ്യക്ഷ പദം ഓരോ വർഷം ജോസഫ് ഗ്രൂപ്പിനും വിമതയ്ക്കും നൽകാമെന്ന് കോൺഗ്രസിന്റെ വാഗ്ദാനം. നിലപാട് വ്യക്തമാക്കാതെ സ്വതന്ത്ര കൂട്ടായ്മ. UDF ഉന്നതതല സമിതി ഭരണം നിരീക്ഷിക്കാനും തീരുമാനം. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ സമനിലയിൽ പിടിച്ചുകെട്ടി കേപ്പ് വെർഡെ. ലോകകപ്പിലെ കന്നിക്കാരുടെ പ്രതിരോധം ഭേദിക്കാനാകാതെ യൂറോപ്യൻ ചാമ്പ്യന്മാർ. അമേരിക്കൻ മണ്ണിൽ ന്യൂസിലൻഡിനെതിരെ ഇറാന് സമനില. ബെൽജിയത്തെ ഈജിപ്തും യുറുഗ്വേ സൗദിയും സമനിലയിൽ തളച്ചു. വിശദമായി നോക്കാം. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇസ്രായേൽ ഇടയുന്നു. കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമാണെന്നായിരുന്നു കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിന്റെ പ്രതികരണം. ലെബനനിൽ നിന്ന് അടക്കം സേനയെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹോർമുസിൽ ടോൾ പിരിക്കാനാണ് ഇറാന്റെയും തീരുമാനം. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇസ്രായേൽ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളിയാഴ്ചയാണ് സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പിടാൻ പോകുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാനായിരിക്കും? യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് തീരെ താല്പര്യമില്ല എന്ന കാര്യം തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ് ട്രംപ്, താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതായത് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് നെതന്യാഹു വരികൾക്കിടയിൽ പറയുന്നത്. ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്, സുരക്ഷ ഉറപ്പാക്കാൻ താൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഈ കരാറിൻ്റെ ഭാഗമായി പറയുന്നത്, അത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്, ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം, ആക്രമണം നടത്തരുതെന്നതാണ്. പക്ഷേ അങ്ങനെ ലെബനനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഗസയിൽ നിന്നോ സേനയെ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി നെതന്യാഹു പറയുമ്പോൾ ഈ കരാറിന് എത്രമാത്രം പ്രസക്തി ഉണ്ടാകുമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായാൽ പോലും ഇസ്രായേൽ ഇടഞ്ഞു നിന്നാൽ വീണ്ടും
പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലബനനെയും യമനെയും ആക്രമിച്ചാൽ ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും. അല്ലെങ്കിൽ അവിടെയുള്ള ഹൂതികൾക്കോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കോ ഒക്കെ തന്നെ ഫണ്ട് ചെയ്യുന്ന രീതി, അവർക്ക് ആയുധം നൽകുന്ന രീതി, ഇതെല്ലാം തന്നെ ഇറാൻ തുടരും. ഇത് വീണ്ടും പ്രകോപനത്തിലേക്ക് പോകും, വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് പോകും. അപ്പോഴും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. വെള്ളിയാഴ്ചയാണ് ഈ കരാർ, സമാധാന കരാർ അന്തിമമായി ഒപ്പുവെക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. JD വാൻസും ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സ്പീക്കർ ഖാലി ബാഫുമായാണ് കഴിഞ്ഞ ദിവസം വെർച്വലായി ഈ കരാറിൽ ഒപ്പുവെച്ചത്. അതിന് ഒരു പൂർണ്ണ രൂപമാകണമെങ്കിൽ വെള്ളിയാഴ്ച അത് സ്വിറ്റ്സർലൻഡിൽ ഈ കരാർ ഒപ്പിടും. അത്തരമൊരു പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. അതേസമയം ഇറാൻ്റെ പ്രസിഡന്റുണ്ട് പെസഷ്കിയാൻ. അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു കരാറിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഈ കരാർ ഒപ്പിടുമെന്ന് ആര് പറഞ്ഞു എന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമായി വരുന്നത്. ഇറാനിലും ചില പ്രശ്നങ്ങളുണ്ട്. ഈ തീവ്ര നിലപാടുകാർ ഈ കരാറിനെ അംഗീകരിക്കുന്നില്ല. അവർ അമേരിക്കയ്ക്ക് അടിയറ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം കരാറിൻ്റെ ഭാഗമായി ഉണ്ടാകരുത് എന്ന നിലപാടിലാണ്. ഇറാൻ പൊതുവിൽ പറയുന്നതും അത്തരത്തിൽ കാര്യങ്ങൾ തന്നെയാണ്. അമേരിക്ക പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവശക്തി ആകരുത്, അത് അമേരിക്ക ഏറ്റെടുക്കുമെന്ന തരത്തിലാണ് കരാറിലെ ഒരു വ്യവസ്ഥ. അത് ഇറാൻ അംഗീകരിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ തൽക്കാലത്തേക്ക് കരാർ വന്നതിന് പിന്നാലെ ഇറാൻ്റെ 5 എണ്ണക്കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോയിട്ടുണ്ട്. നേരത്തെ വലിയ നാവിക ഉപരോധം അവിടെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇനിയൊരു 60 ദിവസത്തെ ചർച്ചകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഏറ്റവും ഒടുവിലത്തെ കരാറിൻ്റെ ഒരു രൂപമുണ്ടാവുക. പക്ഷേ ഇപ്പോഴും ഈ കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസിൽ താരിഫ് അല്ലെങ്കിൽ അവിടെ നിന്ന് ചുങ്കം പിരിക്കാനുള്ള തീരുമാനമായിരുന്നു ഇറാൻ നേരത്തെ കൈക്കൊണ്ടിരുന്നത്. അതിപ്പോൾ സർവീസ് ചാർജ് എന്ന നിലയിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഹോർമൂസിൽ പണപ്പിരിവുണ്ടായാൽ സൂയസ് ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലും ഇങ്ങനെ കപ്പൽപാതകളിലും പിരിവുണ്ടാകും. 7ഓളം കപ്പൽപാതകളിൽ പിരിവുണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് എണ്ണ കമ്പനികളെ വലിയ തോതിൽ, കപ്പലുകളെയൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും. വലിയ തുക അവർ ഇതിനുവേണ്ടി, യാത്രകൾക്ക് വേണ്ടി ചെലവിടേണ്ടി വരും. ഇതൊക്കെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും പൊതുവിൽ ജനങ്ങൾക്ക് മേൽ ഇതിൻ്റെ നികുതിയായി പല രാജ്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമാധാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഒരു കരാറിലേക്ക് ഇറാൻ വന്നു എന്നത് തന്നെയാണ്. വിർച്വലായി കഴിഞ്ഞ ദിവസം ഈ കരാർ ഒപ്പിട്ടു എന്ന കാര്യവും JD വാൻസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ ഒരു വെളിപ്പെടുത്തലായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനമായി പറയുന്നുണ്ട്. അതിനെ ഇറാൻ എതിർക്കുന്നില്ല. പക്ഷേ പെസഷ്കിയാനെ പോലുള്ള ആളുകൾ ഈ കരാറിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇറാനിലും ചെറിയ തോതിലെങ്കിലും ഈ കരാറുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികൾക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നു എന്ന സൂചനയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ നിലപാട് ഇതിൽ ഏറ്റവും നിർണായകമാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കരാറിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ ഇസ്രായേൽ നിലകൊള്ളുകയും ചെയ്യുന്നു. നെതന്യാഹുവിനെ വിമർശിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഈ കരാർ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, അനാവശ്യമായ യുദ്ധം പാടില്ല എന്ന് ട്രംപ് പറയുമ്പോൾ അത് നെതന്യാഹുവിനുള്ളൊരു താക്കീതായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് നെതന്യാഹുവിൻ്റെ പ്രസ്താവന വന്നത് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമാണ് എന്ന തരത്തിലുള്ളത്. ഹരി, അല്ല വിനോദ്, ഒരു കാര്യം കൂടി. ഇപ്പം ഈ ട്രംപ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ട്രംപിൻ്റെ ഒരു വാക്കുകൾ വല്ലാതെ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി പറയേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഇസ്രായേൽ 2 മണിക്കൂറിനുള്ളിൽ നശിച്ചേനെ, ഇസ്രായേൽ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള ട്രംപിൻ്റെ വാക്കുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ തർക്കങ്ങളായിട്ട് നീങ്ങുന്നു. അതിനുശേഷം നെതന്യാഹുവിൻ്റെ പ്രതികരണവും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കൂടുതൽ ഡ്രിഫ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ളതിലേക്ക് തന്നെയല്ലേ ലോകരാജ്യങ്ങൾ നോക്കുമ്പോഴേക്കും കാണുന്നത്. കാരണം ഒരു 106 ദിവസത്തെ ഒരു യുദ്ധം ഒരു അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അമേരിക്കയുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു. ട്രംപ് ആവട്ടെ ഇസ്രായേലിനെയും നമ്മൾ ഈ നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞാൽ ചൊറിയുന്ന രീതിയിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇത് തമ്മിലൊരു സമവായ ചർച്ചകൾക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തീർച്ചയായും ഇവിടെ അവ്യക്തതകളാണ് പ്രധാനമായും വെല്ലുവിളിയായി നിൽക്കുന്നത്. ഒന്നാമത് കരാറിലുള്ള ധാരണകൾ, അത് ഇരു രാജ്യങ്ങളും ഇതുവരെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയും ഇറാനും ഈ ധാരണകളിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ഏകീകൃത സ്വഭാവം, അതിൽ ഒരു യോജിപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. പ്രധാനമായും യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യത്തിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏറ്റെടുക്കുമെന്ന നിലപാടിൽ അമേരിക്ക തുടരുകയാണ്. അത് ഇറാൻ കൈമാറുമെന്ന് ഉറപ്പ് ലഭിച്ചുവെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് ആര് കൊടുത്തു എന്നാണ് പെസഷ്കിയാൻ ചോദിക്കുന്നത്.
ചോദിക്കുന്നത്. അതായത് അവിടുത്തെ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്, ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അദ്ദേഹം ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഉറപ്പ് ആര് നൽകി എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇറാനിലെ ഭരണ നേതൃത്വത്തിലും ഭിന്നതകളുണ്ട്. ഇപ്പോൾ അരഗാച്ചിക്കെതിരെയാണ് പ്രധാനമായും വിദേശകാര്യമന്ത്രിക്കെതിരെ വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇറാനിൽ തീവ്ര നിലപാടെടുക്കുന്ന ആളുകൾ അരഗാച്ചിയെ വധിക്കണമെന്ന ആവശ്യവുമായാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ തന്നെ ചില ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ കാര്യത്തിൽ ആദ്യം തന്നെ പരിഗണിക്കേണ്ട കാര്യം ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെച്ചത് ഇറാനിൽ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുക എന്നതാണ്. അത് ആദ്യം തന്നെ അയത്തുള്ള ഖമേനിയെ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു, മറ്റൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വന്നിരിക്കുന്നതെന്ന് ഇറാനിലെ ജനതയോട് ആഹ്വാനം ചെയ്യുകയാണ് ട്രംപും നെതന്യാഹുവും. പക്ഷേ അവരുടെ പദ്ധതികളെല്ലാം പാളി. അവിടെ ജനങ്ങൾ അങ്ങനെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം അമേരിക്കയുടെ സേനാ താവളങ്ങളുള്ള പ്രദേശങ്ങളിലേക്കടക്കം ഇറാൻ്റെ ശക്തമായ ആക്രമണമുണ്ടായി. അതിന് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക യുദ്ധത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടുകയായിരുന്നു. ഒരു വശത്ത് ഇസ്രായേൽ യുദ്ധം എന്ന ആവശ്യവുമായി നിലകൊള്ളുന്നു, മറ്റൊന്ന് ചാടിപ്പുറപ്പെടുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിച്ച് തിരികെ കയറാനും വയ്യ എന്നൊരവസ്ഥയിലേക്ക് അമേരിക്ക ചെന്നപ്പെടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. പക്ഷേ ഇപ്പോൾ അവർ ആദ്യം പ്രതീക്ഷിച്ചത് എന്താണോ ആ നിലയ്ക്കുള്ള ചില സാഹചര്യങ്ങൾ ഇറാനിൽ രൂപം കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഉരുത്തിരിയുന്നുണ്ട്. ജനങ്ങളിൽ ഒരു വിഭാഗം അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തിരിയുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ ഇന്നോ നാളെയോ പൂർണ്ണമായി പുറത്തുവിടുമെന്നാണ് JD വാൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ കരാറിൻ്റെ പൂർണ്ണമായ രൂപം അമേരിക്ക പുറത്തുവിടുന്ന രൂപം വരുമ്പോൾ അതിൽ ഇറാന് ഹാനികരമാകുന്ന അല്ലെങ്കിൽ ഹിതമല്ലാത്ത തരത്തിലുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇറാനിൽ അതൊരു ആഭ്യന്തര പ്രശ്നത്തിന് വഴിവെക്കും. അങ്ങനെയെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ആദ്യം സ്വപ്നം കണ്ട അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഇറാനിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കാരണം നമുക്കറിയാം വെനസ്വേലയിലൊക്കെ അവർ മഡറോയെ പിടികൂടിയ ശേഷം ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നു. ആ തരത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ ഇറാനിൽ കൊണ്ടുവരിക എന്ന ആഗ്രഹം തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ളത്. പക്ഷേ അവിടെ ഈ കരാർ പൂർണ്ണമായും ഇറാനിലെ ജനത കൂടി അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്ന തരത്തിലുള്ള കരാറാണെങ്കിൽ ഈ ഒരു സാഹചര്യം അവിടെ അപ്രസക്തമാകും. അവിടെ അമേരിക്കയും ഇറാനും സേഫാകുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സേഫ് സോണിലേക്കല്ല അവർ എത്തുന്നത്. പ്രത്യേകിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ച് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. എന്തിന് കീഴടങ്ങി എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഇതിൽ വലിയ തോതിൽ രാഷ്ട്രീയം കൂടിയുണ്ട്. ഇസ്രായേൽ പിന്മാറിയാൽ അത് നെതന്യാഹുവിന് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ലെബനനിലും സിറിയയിലും ഗസയിലും സേനയെ പിൻവലിക്കില്ല എന്ന കടുത്ത നിലപാടിൽ നെതന്യാഹു ഇപ്പോഴും നിലകൊള്ളുന്നതും. വ്യക്തമാണ്. വിശദമായ വിവരങ്ങളാണ് വിനോദ് നൽകിയത്. വിനോദ് ഒരു വാർത്തയിലും കൂടെ വിവരങ്ങൾ നൽകും. G7 ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാര കരാർ മുതൽ പശ്ചിമേഷ്യൻ യുദ്ധം വരെ ചർച്ചയാകും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് ഇരു നേതാക്കളും മുഖാമുഖം കാണുന്നത്. വിനോദ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എത്ര മണിക്കായിരിക്കും ഈ മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച? ട്രംപ് പല നേതാക്കളുമായിട്ടും ചർച്ച നടത്തുന്നുണ്ട്. കൂട്ടത്തിൽ മോദിയെ കാണുന്നു എന്നുള്ളതാണ് വൈറ്റ് ഹൗസിന്റെ സ്ഥിരീകരണം. അതൊന്ന്. രണ്ട്, ഏകദേശം ഒരു 16 മാസങ്ങളായി മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിട്ട് ഈ വ്യാപാര കരാർ മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ്. ഒരു തീരുമാനം ഉണ്ടാകുമോ ഇത്തവണത്തെ കൂടിക്കാഴ്ചയിൽ? എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? ഇത്തരമൊരു യൂറോപ്യൻ സന്ദർശനത്തിനാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. മാത്രമല്ല ഹരി പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. അതിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട ഒരു വശം, അത് നേരത്തെ തന്നെ താരിഫ് യുദ്ധം എന്ന നിലയ്ക്ക് അമേരിക്ക ഇന്ത്യക്ക് നേരെയും ചൈനയ്ക്ക് നേരെയും ഒക്കെ തന്നെ പ്രയോഗിച്ച ഒരു കാര്യമാണ്. ബ്രസീലിന് നേരെയും ഒക്കെ തന്നെ അങ്ങനെ 50% അതിനപ്പുറത്തേക്ക് പിന്നെ 100% എന്ന നിലയ്ക്കൊക്കെ താരിഫ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്ന ട്രംപിൻ്റെ തിട്ടൂരം, അതിനുശേഷം വെനസ്വേലൻ എണ്ണ വാങ്ങണമെന്ന ആവശ്യം, ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങരുതെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം, അങ്ങനെ നികുതി വർദ്ധിപ്പിക്കുകയും മറ്റു ഉപരോധങ്ങൾ എന്ന തരത്തിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ആ തരത്തിൽ പല രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കണമെന്ന ട്രംപിൻ്റെ കടുംപിടുത്തം, അതിന് ഇന്ത്യ വഴങ്ങിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും നികുതി എന്ന തരത്തിലുള്ള ഭീഷണി, ഇതെല്ലാം തന്നെ ഒരു വശത്തുണ്ടായപ്പോഴാണ് മറ്റ് വിപണികളെക്കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി തുറന്ന ഒരു കരാറിലേക്ക് പോകുന്ന നിലയിലേക്ക് വന്നത്. അതിൽ
UK-യുമായൊക്കെ തന്നെ 0 തീരുവ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന നിലയുണ്ടായി. മറ്റ് രാജ്യങ്ങളുമായി ചൈനയുമായും ഇന്ത്യ വലിയ തോതിൽ കരാർ ഒപ്പിടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും താരിഫിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് ട്രംപ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുവദിക്കുകയും പിന്നീട് അതിൻ്റെ ദിവസം നീട്ടി നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത്, നമ്മുടെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്, അമേരിക്കയുടെ തടസ്സം ഉണ്ടായാലും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വാണിജ്യ കരാറിന് തടസ്സം നിന്നാലും റഷ്യയിൽ നിന്ന് ഇനിയും എണ്ണ വാങ്ങും. അതിന് അമേരിക്കയുടെ തടസ്സവാദങ്ങൾ ഉണ്ടെങ്കിലും ഈ എണ്ണ വാങ്ങൽ തുടരും എന്ന കാര്യം അസന്നിഗ്ധമായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ഒടുവിലായി കപ്പലിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതടക്കമുള്ള സംഭവങ്ങളുണ്ട്. അതിൽ ഇന്ത്യ നീരസം അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലും ചർച്ചകളുണ്ടാകും. മറ്റൊന്ന്, AI ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ വാണിജ്യ കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അക്കാര്യത്തിലും ഇന്ത്യ US ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി വന്നു ചേരുന്ന ഒരു നിലയുണ്ട്. പെട്രോളിനും ഡീസലിനും CNGക്കും ഉൾപ്പെടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷമാണ് എണ്ണ കമ്പനികൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. പ്രധാനമന്ത്രി ഈ ഒരു കരാർ, സമാധാന കരാർ വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വിപുലമായ കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. പുതിയ വാണിജ്യ കരാറുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. മറ്റ് രാജ്യങ്ങളുമായി സമാധാനം പുലരേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അത്തരം ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയിലേക്കാണ് നാളെ മോദിയും ട്രംപും നീങ്ങുന്നത്. എന്തൊക്കെയായിരിക്കാം തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ധാരണയിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. വീണ്ടുമാണ് വിശദാംശങ്ങൾ നൽകിയത്. 2027 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. സെൻസസിന്റെ പോർട്ടലിൽ ഇന്ന് മുതൽ 15 ദിവസം കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്താം. വീടുകളിൽ എത്തിയുള്ള കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെയാണ്. എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ വിവരങ്ങളാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി കൈമാറേണ്ടത്. ഈ മാസം 30 വരെ sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ രേഖപ്പെടുത്താം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാക്കുക. ജനങ്ങൾ സ്വയം രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനമാകുക. പ്രവാസി മലയാളികൾക്ക് സെൻസസ് ബാധകമാകില്ലെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ മിത്ര ടി IAS വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിതർ കൂടുന്നു. 5 ഷിഗല്ല മരണങ്ങൾ സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധനകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ 147 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ ജൂൺ ആദ്യവാരം മുതൽ നടത്തി വരുന്നുമുണ്ട്. സാരംഗുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, 147 പേർക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ 5 മരണങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ രാവിലെ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, ഇത് വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും ആരോഗ്യവകുപ്പിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരിക്കും? ഹരി, തീർച്ചയായും. കാരണം ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഷിഗല്ല എന്നത് കുട്ടികളിലാണ് കാര്യമായിട്ടും ഗുരുതര സാഹചര്യം ഉണ്ടാക്കാനുള്ളൊരു നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളിൽ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഈ ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പടരാൻ, അതായത് ഈ രോഗബാധിതരായിട്ടുള്ള ആൾക്കാർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അടുത്ത സമ്പർക്കത്തിലോ ഈ ഒരു അസുഖം പടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ ഉടൻ തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കാനും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ മടിയും കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പ്രധാനമായും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ഒരു രോഗം പടരുന്നത്. ഒപ്പം തന്നെ മാംസഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മാംസം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മത്സ്യമടക്കമുള്ള ഭക്ഷണ വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നിന്നും അത്തരത്തിലും ഈ ഒരു രോഗം മനുഷ്യരിലേക്ക് പടരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു കൂടുതൽ സമയം, അതായത് നമ്മൾ ഫ്രിഡ്ജിലടക്കം വെച്ചുകൊണ്ട് മാംസവും മത്സ്യവും അടക്കം ഉപയോഗിക്കുന്ന സമയമാണ്. കാരണം ഇപ്പോൾ ട്രോളിംഗിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ മീന് അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലടക്കം ഈ ഒരു രോഗം മനുഷ്യരിലേക്ക് എത്താനുള്ളൊരു സാധ്യത ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഹോട്ടലുകളായിക്കോട്ടെ, മറ്റ് ഈ ഒരു തട്ടുകടകളായിക്കോട്ടെ, അവിടെയൊക്കെ
ആരോഗ്യവകുപ്പിന്റെ ഊർജിതമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരുന്നു. കാരണം 147 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോഴും വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണ്. കാരണം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ക്ലോറിനേഷനുകൾ, അതായത് കുടിവെള്ള സ്രോതസ്സുകളായിക്കോട്ടെ, കിണറുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ക്ലോറിനേഷൻ നടത്താനുള്ള ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്റ്റോപ്പ് ഡയറിയ എന്നൊരു ഡ്രൈവും ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം ഒഴിവാക്കുക, ഈ ഒരു ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു രോഗലക്ഷണം പ്രകടമാകുന്നതിലടക്കം പ്രധാനപ്പെട്ടത് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം. അതായത് രോഗം അല്ലെങ്കിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഒരു രോഗലക്ഷണങ്ങൾ പ്രകടമാകുക. രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഡോക്ടറെ കാണാനടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നമുക്കറിയാം, ഷിഗല്ല മാത്രമല്ല വെസ്റ്റ്നൈലടക്കമുള്ള പല വകഭേദങ്ങളായിക്കോട്ടെ, പനികളായിക്കോട്ടെ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മഴ ശക്തമായി പെയ്തുകൊണ്ട് അതിനുശേഷം വെയിലിലേക്ക് അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാ മാറ്റം വന്നത് തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒപ്പം ആരോഗ്യ വകുപ്പും കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പല ഡ്രൈവുകളും സംസ്ഥാനത്തുടനീളം നടക്കുന്നു. തിരുവനന്തപുരത്ത് സാഹചര്യവും കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹരി, ഓക്കെ, വ്യക്തമാണ് സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ICMR മാനദണ്ഡപ്രകാരം 2ാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകി. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആരോഗ്യ പ്രവർത്തകയുടെ 2ാം പരിശോധനാ ഫലവും നെഗറ്റീവാണ്. അതിനിടെ കോഴിക്കോട് അതിഥി തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചു. അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും വഷളായി നിൽക്കുകയാണോ? വെന്റിലേറ്ററിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. എന്താണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന റിപ്പോർട്ട്? ഹരി, ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയോട് അടുക്കുകയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ICMRന്റെ മാനദണ്ഡപ്രകാരമുള്ള 2ാം ഡോസ് ആൻറ്റിബോഡി ഡോസ് മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന മരുന്നിൻ്റെ 2ാം ഡോസ് നൽകിയെങ്കിൽ പോലും ഇപ്പോഴും യാതൊരു തരത്തിലുമുള്ള പുരോഗതി രോഗിയിൽ അത് ദൃശ്യമാക്കുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും രോഗം മറ്റുള്ളവരിലേക്ക് പടർന്നിട്ടില്ല എന്നതാണ് ആശ്വാസം നൽകുന്ന ഏക ഘടകം. പ്രത്യേകിച്ചും അദ്ദേഹവുമായി അടുത്തിടപഴകിയ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തകയുടെ 2ാമത്തെ ഫലവും നെഗറ്റീവായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം നിരീക്ഷണത്തിനായി അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവരുണ്ട്. അവരിൽ ഏറ്റവും അടുത്ത 2 പേര് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാക്കാത്ത സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവരുടെ 2 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആവുകയും ചെയ്തിരുന്നു. ഒപ്പം ഇദ്ദേഹത്തുമായി അടുത്ത ബന്ധം പുലർത്തിയ ശേഷം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുകയും നിരീക്ഷണത്തിലാവുകയും ചെയ്ത ഒരാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിന് വേണ്ടിയാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്രവ പരിശോധന വൈകാതെ നടക്കുകയും ചെയ്യും. ഇതോടെ 6 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഒപ്പം പുതുതായി ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതാണ് ആശ്വാസം. 103 പേരാണ് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 78 പേരുടെ സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം പോയ സ്ഥലങ്ങളും ഇടപഴകിയ സാഹചര്യങ്ങളും കണക്കാക്കി ഈ സമ്പർക്ക പട്ടിക വിപുലീകരിക്കുകയായിരുന്നു. ഇപ്പോൾ 104 പേരാണ് അദ്ദേഹവുമായി സമ്പർക്കം നടത്തിയവരുടെ കൂട്ടത്തിലുള്ളത്. ഇതിൽ 4 പേർ ഉയർന്ന റിസ്കിലുള്ള ഹൈ റിസ്ക് പട്ടികയിൽപ്പെടുന്നതും 85 പേർ കുറഞ്ഞ റിസ്ക്കുള്ള വിഭാഗത്തിൽ പെടുന്നതുമാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോടുണ്ട്. അവർ ഇദ്ദേഹത്തെ ആദ്യം പ്രവേശിപ്പിച്ച ഫറൂഖിലെ ആശുപത്രിയിലടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളും സർവേ നടപടികളും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പമാണ് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഈ മലേറിയ സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. മധ്യപ്രദേശിൽ നിന്നും കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളിക്കാണ് ഈ മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം മെയ് അവസാന വാരമാണ് കോഴിക്കോട് എത്തിയത്. ജൂൺ 8-ന് പനിയും മറ്റ് മലേറിയയുടെ ലക്ഷണങ്ങളും പ്രകടമാക്കുകയും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് മലേറിയ സ്ഥിരീകരിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ആളാണ്. അതുകൊണ്ട് രോഗത്തിൻ്റെ ഉറവിടം കേരളമല്ല, മധ്യപ്രദേശാണ് എന്നൊരു സ്ഥിരീകരണത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഈ രോഗബാധിതനായ ആൾ
കക്കോടിയിലെ താമസ സ്ഥലത്ത് ഇപ്പോൾ ചികിത്സ തുടരുകയാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നടക്കാവിലും മലേറിയ കേസ് ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതും ഇതര സംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികളാണ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. ഹരി, വ്യക്തമാണ്. നിഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിനുള്ളിലും പ്ലീഡർ നിയമനത്തിൽ എതിർപ്പ്. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് നോമിനികളെയും അവരുടെ നിർദ്ദേശങ്ങളും തള്ളിയതിലാണ് പ്രതിഷേധമുണ്ടാകുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ കുറച്ചധികം നാളുകളായി മുഖ്യമന്ത്രി ഓഫീസ് പുകമറയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ട്. ഇത് കൂടുതൽ 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 വഷളാവുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഹരി, പ്രത്യേകിച്ചും ഗവൺമെന്റ് അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് പ്ലീഡർ, അറ്റോർണി തുടങ്ങിയ വലിയ പോസ്റ്റുകളിലേക്കുള്ള സർക്കാർ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ദേവസ്വം ബോർഡ് അഭിഭാഷകനായി നിയമിച്ച ആൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രധാനമായും നിയമിക്കപ്പെട്ട 3 പേരുടെ രാജി സർക്കാർ ചോദിച്ചു വാങ്ങിയെന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ ഈ 3 പേർ ഇതിൽ എക്സ്പീരിയൻസ് കുറവുള്ള ആളുകളാണ്, താരതമ്യേന പരിചയസമ്പന്നരായ ആളുകളല്ല എന്നുള്ള വിമർശനം കൂടി ശക്തമായതിനെ തുടർന്നാണ് അത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം മുഖ്യമന്ത്രി ഓഫീസിനെതിരെ വലിയ വിമർശനമാണ്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നിയമവിഭാഗം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം തന്നെ മറ്റു മന്ത്രിമാരുടെയും ഓഫീസുകളിലേക്കുള്ള നിയമനങ്ങളെല്ലാം അദ്ദേഹം തന്നെ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനവും ശക്തമാണ്. അതേസമയം പുതിയ ലിസ്റ്റ് ഇന്ന് പുറത്തിറങ്ങുകയാണ്. കഴിഞ്ഞ തവണയായി 2 തവണയായി ഇറങ്ങിയ ലിസ്റ്റിൽ വന്നിട്ടുള്ള വിമർശനങ്ങളാണ് ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായിരുന്നു അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഭിഭാഷകർ, അല്ലെങ്കിൽ വർഷങ്ങളായി കോൺഗ്രസുകാരായ അഭിഭാഷകർ തുടങ്ങിയവർക്കൊക്കെയും പരിചയസമ്പന്നത കൊണ്ടുപോലും അവർക്ക് അർഹമായ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതിയാണ് ലഭിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിലേക്കാണെങ്കിലും, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിലേക്കാണെങ്കിലും, അറ്റോർണി തസ്തികയിലേക്കാണെങ്കിലും, അതല്ലെങ്കിൽ മറ്റ് സർക്കാർ അഭിഭാഷക തസ്തികകളിലേക്കൊക്കെയും ഈ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. 43 അഭിഭാഷകരുടെ ലിസ്റ്റായിരുന്നു നേരത്തെ പുറത്തു വന്നത്. അത് പലതും സാമുദായിക സംഘടനകളും സാമുദായിക നേതാക്കളും ഇടപെട്ട് ഇത്തരത്തിൽ അവരവരുടെ ആളുകളെ കുത്തിത്തിരിക്കാൻ നിയമനത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വലിയ വിമർശനമാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത് ചില നേതാക്കളും യൂത്ത് നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളും ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഒരുപക്ഷെ ഈ 3 പേരുടെ രാജി അടിയന്തരമായി ചോദിച്ചു വാങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ മുഖ്യമന്ത്രി നിയമമന്ത്രി കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കുള്ള നിയമനങ്ങൾ കൂടി അദ്ദേഹം നടത്തുന്നു എന്നുള്ള വിമർശനവും ശക്തമാണ്. അതുമാത്രമല്ല, ഈ മന്ത്രിസഭാ യോഗത്തിൽ ഈ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയ്ക്ക് പുറത്തു വെച്ചിട്ടാണ് ഈ അജണ്ട ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു മന്ത്രിമാരോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു നിയമനത്തിലേക്ക് പോയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചില വക്കീലന്മാർ എന്നുള്ള പരാതിയുമുണ്ട്. മുഖ്യമന്ത്രിക്ക് ചില താല്പര്യമുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത ചില വൃത്തങ്ങൾ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളും ശക്തമാണ്. എന്തായാലും ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. അതിൽ ലോയേഴ്സ് കോൺഗ്രസിൽ ഉള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് അഭിഭാഷകരായ പല ആളുകൾക്കും അർഹിക്കുന്ന സ്പേസ് കിട്ടിയിട്ടില്ല എന്നുള്ള വിമർശനവും, അത് വനിതാ അഭിഭാഷകർ ഉൾപ്പെടെ അർഹിക്കുന്ന സ്പേസ് കിട്ടിയിട്ടില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. അത്തരം വിമർശനങ്ങൾക്കിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 3 അഡ്വക്കേറ്റുമാരുടെ, നിയമിതരായ 3 അഭിഭാഷകരുടെ രാജി വാങ്ങുന്ന സാഹചര്യമുണ്ടായത്. അതിനു മുൻപ് തന്നെ നമുക്കറിയാം, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രദീപിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമായിരുന്നു. നിയമനത്തിൽ എതിർപ്പ് തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും ലോയേഴ്സ് കോൺഗ്രസിൽ പ്രതിഷേധങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. മാസപ്പടി കേസിൽ എന്നും ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരും. CMR ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇന്ന് ഹാജരായേക്കും. പിണറായി വിജയന്റെ മകൾ വീണ നാളെയാണ് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. മലയിടം തുരുത്ത് പാരിയത്തകാവ് ഭൂമി തർക്കത്തിന് പരിഹാരമായി ഇരുവിഭാഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, VP സജീന്ദ്രൻ MLA, ജില്ലാ കളക്ടർ G പ്രിയങ്ക എന്നിവരുടെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ രാത്രി കരാറിൽ ഒപ്പുവെച്ചത്.
വെള്ളാപ്പള്ളിക്ക് പി ശശിയുടെ വക്കീൽ നോട്ടീസ്. വ്യാജാരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. തന്നെ തേജോവധം ചെയ്യാൻ ദുരുദ്ദേശത്തോടെ വെള്ളാപ്പള്ളി സംസാരിച്ചുവെന്നാണ് പി ശശിയുടെ ആരോപണം. അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. CPM-ന്റെ അന്തകനായത് പി ശശി എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. കരിപ്പൂർ വിമാനത്താവളത്തിലെ രസനിർമ്മാണം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ്. ഇതിനുശേഷം വലിയ വിമാനങ്ങൾ ഇവിടേക്ക് എത്തുന്നതെന്നാണ് പ്രതീക്ഷ. സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ അനുബന്ധ വികസനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഇന്നലെ യാത്രീ സുവിധാ ദിവസായി ആചരിച്ചു. 2020 വിമാനാപകടത്തിന് ശേഷം വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ ഇറങ്ങാൻ അനുമതിയില്ല. റൺവേയോട് ചേർന്നുള്ള ചതുപ്പ് സുരക്ഷാ നിലമായ റസയുടെ നീളം 90 മീറ്ററിൽ നിന്നും 240 മീറ്ററാക്കി ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ 60% പൂർത്തിയായി. ഡിസംബറോടെ പ്രവൃത്തി മുഴുവനാക്കാനാകുമെന്നുമാണ് എയർപോർട്ട് അതോറിറ്റിയുടെ പ്രതീക്ഷ. ഇതിനുശേഷം വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ വരുമെന്നും അധികൃതർ പറയുന്നു. എയർപോർട്ടിനോട് ചേർന്ന് കൂടുതൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിനായുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്ത് നൽകിയാൽ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം കരിപ്പൂരിലേക്കുള്ള വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. യുദ്ധ സാഹചര്യങ്ങൾ മാറുന്നതോടെ കരിപ്പൂരിലേക്ക് കൂടുതൽ സർവീസുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് തടയാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം എയർപോർട്ട് അതോറിറ്റി കസ്റ്റംസിന് നൽകിയിട്ടുണ്ടെന്നും കരിപ്പൂർ എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. വയനാടിന്റെ ദീർഘകാല സ്വപ്നമായ പെരിക്കല്ലൂർ ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യത്തിലേക്ക്. കബനി നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് ഉറപ്പ് നൽകി. ബംഗളൂരുവിൽ നടത്തിയ ഉന്നതതല ചർച്ചയിൽ പദ്ധതി പൂർത്തീകരണത്തിനായി ആവശ്യമായ തുടർ നടപടികൾ ഉടൻ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. കബനി നദിയുടെ കുറുകെയുള്ള ബൈരക്കുപ്പ പാലത്തിനുള്ള മുറവിളി തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഈ പാലം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറും തമ്മിൽ ബാംഗ്ലൂരിൽ വെച്ച് കൂടിയ കൂടിക്കാഴ്ചയിലാണ് ഇതിനൊരു പച്ചക്കൊടി ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം 1994 സെപ്റ്റംബർ 22 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനും കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വീരപ്പ മൊയ്ലിയും ഇവിടെ ഒരു തറക്കല്ലിടുകയുണ്ടായി. പക്ഷേ ഈ തറക്കല്ല് ഇവിടെ കല്ലായി തന്നെ ഒതുങ്ങുകയും അത് നശിച്ചു പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി അത് വീണ്ടും നന്നാക്കി ആ കല്ല് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ അവസ്ഥയിൽ തന്നെയായിരുന്നു. നമുക്കറിയാം ഈ കാണുന്നതാണ് ഈ ബൈരക്കുപ്പ പാലം എന്ന്. 25 മീറ്ററിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ബൈരക്കുപ്പ എന്ന് പറയുന്ന കർണാടക അതിർത്തിയിലേക്കുള്ളത്. പക്ഷേ ഇവിടെ ഒരു പാലമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ പറയുന്ന ബൈരക്കുപ്പയിൽ ഏകദേശം 100-ലധികം മലയാളികൾ താമസിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം പഠന ആവശ്യങ്ങളുമായിട്ട് ഈ കേരളത്തിലുള്ള പുൽപ്പള്ളി അതുപോലെ തന്നെ മുള്ളൻകൊല്ലി ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കുന്നത് ഈ ഭാഗത്താണ്. പക്ഷേ ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ പാലത്തിന്റെ അല്ലെങ്കിൽ ഈ പാലമില്ലാത്തത് കൊണ്ട് തന്നെ തോണിയിൽ കയറി വേണം വരാൻ. മഴക്കാലമൊക്കെയായി വെള്ളം പൊന്തിയാൽ ഒരുപക്ഷെ ദിവസങ്ങളോളം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. പക്ഷേ ഈ ഒരു പാലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലകളിലുള്ളവർക്കെല്ലാം ബാംഗ്ലൂർ അതുപോലെ തന്നെ മൈസൂർ ഭാഗങ്ങളിലൊക്കെ എത്തുന്നതിന് ഏറ്റവും എളുപ്പ വഴിയെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു പാലം യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. നമുക്ക് അവരുമായിട്ട് തന്നെ സംസാരിക്കാം. വർഷങ്ങളായിട്ടുള്ള മുറവിളിക്ക് ശേഷം ഈ ഒരു പാലം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് കേൾക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഈ പാലം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് നിരവധി തവണ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നമ്മളിവിടെ ഒരു കമ്മിറ്റി ഈ പുൽപ്പള്ളി പെരിക്കല്ലൂര് ഫൊറോന പള്ളി വികാരിയും ആയിട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി ഫോം ചെയ്യും. ആ അച്ഛൻ നിരവധി തവണ ഇങ്ങനെ ബാംഗ്ലൂർ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ സംസാരിച്ച് ഇത് യാഥാർത്ഥ്യമാകണം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ, കർണാടകത്തിലെ DK ശിവകുമാർ ചീഫ് മിനിസ്റ്ററോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിവേദനം കൊടുക്കുകയും അദ്ദേഹം അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ആക്കിത്തരാം എന്ന് നമുക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീറിന് ഉറപ്പ് നൽകിയതായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ അറിവ്. ഇത് യാഥാർത്ഥ്യമാകുവാണെങ്കിൽ കർണാടകത്തിലെ താമസിക്കുന്ന കേരളീയർ അടക്കമുള്ള അവിടുത്തെ ആദിവാസി വിഭാഗത്തിലുള്ള അടക്കമുള്ള എല്ലാവരും ഈ കാർഷികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കേരളത്തിലേക്ക് വരികയും കേരളത്തിലുള്ള ഒട്ടനവധി ആൾക്കാർ കർണാടകത്തിലേക്ക് യാത്ര ചെയ്യും. നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിലേക്കും അതേപോലെ തന്നെ കർണാടകത്തിലേക്ക് ഉപരിപഠനത്തിനായിട്ട് നിത്യേന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം ഈ പുഴയിൽ കൂടെ ഞങ്ങൾ തോണി കടന്നിട്ടാണ്. തീർച്ചയായും ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കടവിലെ തോണിക്കാരനാണ് അല്ലേ? അപ്പോൾ ഒരുപാട് അപകടങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടെന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്താണ് ഈ വെള്ളം കയറുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ ഇതിപ്പോൾ എനിക്ക് മരക്കടവ് തോണിക്കടവിൽ 2004 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു തോണി മറിയും 8 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പെരിക്കല്ലൂർ കടവിൽ പാലം ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം അങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പാലം ഉണ്ടെങ്കിൽ ആ അപകടം അവിടെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പം ഈ ഒരു പാലം വരാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തോണിക്കാർ ഇവിടെ അവരുടെ ഒരു ഉപജീവന മാർഗം ഇതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട്. എങ്കിലും അവരെല്ലാം പറയുന്നത് ഈ പാലം വരണം, അതിനുവേണ്ടി ഉള്ളൊരു കാത്തിരിപ്പാണെന്ന്. എന്ത് പറയുന്നത് ചേട്ടാ? പാലം വരണം എന്നാണ് അഭിപ്രായം. പാലം വരുന്നത് വൈക്കം കായലേ. ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ. എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ബൈരക്കുപ്പയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ വാർത്തകൾ കാണാം. നമസ്കാരം.